ഹായ് ഹലോ ഞാനിങ്ങനെ നാസി ലാസ്റ്റ് മെഹന്തി നൈറ്റ് കണ്ടിനോന്നറിയില്ല കാണാത്തവരുണ്ടെന്ന് കണ്ടോ കേട്ടോ അങ്ങനെ ഇതാ ഇന്നാണ് മാരേജ് അപ്പോൾ ഇപ്പോൾ ഇന്നത്തെ വ്ളോഗ് വന്നിട്ട് മാരേജ് വ്ളോഗ് കേട്ടോ അതായത് നമ്മൾ ഇന്നുണ്ടല്ലോ അതായത് നമ്മൾ രാത്രി റൂം എടുത്തിട്ടുണ്ടായത് അൻസാരി റൂമാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല റൂമായിരുന്നു നല്ല പാങ്ങിയിലേക്ക് അടുത്ത് ഉറങ്ങി രാവിലെ കുറച്ച് ടയർഡ്നെസ് മാറിയിട്ടാ ഇന്ന് തന്നെ നമ്മൾ നാട്ടിൽ വിടും ഇതാ റൂം ഉണ്ടായിട്ട് നമ്മൾ എന്തിനായിരിക്കും കാറിൽ അല്ല റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് കാറിന് ഷൂ വാഷാക്കുന്നതെന്നറിയോ അതായത് രമന കാറിൽ സംഭവം മറന്നുപോയി ഈ ഷൂ ഇടാൻ ഭയങ്കര ബന് പിന്നെ ഷൂ ഇട്ടാലും ആയില്ല രണ്ടാമത് എന്താ വെച്ചെങ്കിൽ ഉള്ളതും മറന്നുപോയി ഷൂ ഉള്ളത് കാറിന് ഡിക്കി ഓപ്പൺ ആക്കുമ്പോൾ ഇതാക്കി എടുക്കുന്ന ഷൂ അപ്പോൾ ആദ്യം തന്നെ ജസ്റ്റ് വൈപ്സ് കൊണ്ട് ക്ലീൻ ആക്കുന്നില്ല ഇതട്ടാ പിന്നെ അതിനൊരു ഞാനിട്ട് തരും എന്ന് പറഞ്ഞു ഞാനിട്ട് കയ്യിൽ ഇങ്ങനെ പിടിക്കുന്നുണ്ട് അത് ഹീൽഡ് ഇടണ്ട അവിടെ എത്തിയിട്ടാകുമ്പോൾ ഇടാന്ന് പറഞ്ഞിച്ച് എനിക്ക് ഹീൽഡ് ഇഷ്ടം തന്നെ പക്ഷേ ഇട്ടെങ്കിൽ ഇനി ബാക്ക് പെയിൻ വീണ്ടും വരുമെന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് മാത്രമേ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ആക്കുന്നുള്ളത് അപ്പോഴത്തേക്ക് ഞാനല്ല പറഞ്ഞത് ഇച്ചല്ല പറഞ്ഞത് ഇട്ട് തരും എന്ന് പറഞ്ഞിട്ട് കുലുമാലിട്ടാ ഭയ ഓനക്ക് ഇട്ട് തന്നേ പിന്നെ സന്തോഷമായി പിന്നെ ഈടെ ഉണ്ടല്ലോ അവിടെ ഷട്ടർ ഉണ്ടായിന് അതിൽ ഫുള്ള് അയച്ച് വെച്ച് അതിൻ്റെ മണ്ണെല്ലാം എൻ്റെ ഡ്രസ്സിലാക്കിയത് കേട്ടോ ഓനക്ക് അത് കൊണ്ടാണ് നമ്മൾ ഡ്രസ്സ് ഇടാത്തത് നമ്മളെല്ലാം ഫുൾ ഫ്രഷ് ആയിട്ട് ഡ്രസ്സെല്ലാം ചേഞ്ച് ആക്കി റെഡി ആയിട്ട് വന്നിട്ട് അതിനെനിക്ക് മാത്രം നമ്മൾ ഡ്രസ്സ് ഇട്ടിട്ട കാരണം എന്ത് വെച്ചാൽ ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ഒരു മിനിറ്റ് കൊണ്ട് നിങ്ങൾ കണ്ടല്ലോ എൻ്റെ ഒപ്പം എന്നല്ല പെരക്കുണ്ടെങ്കിൽ അങ്ങനെ തന്നെ കാഞ്ഞങ്ങാട് പോകാൻ ഇറങ്ങുമ്പോഴത്തേക്കാണ് കേട്ടോ ഒരു ഫുള്ള് പെരക്കിയിട്ട് വെക്കൽ അങ്ങനെ നമ്മൾ ഒരു 10 മണിയാകുമ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാന്ന് പറഞ്ഞിട്ടുണ്ടായത് കേട്ടോ അങ്ങനെ 10 മണിയാകുമ്പോഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിന് പക്ഷേ അവർ വന്നിനോ ഹാളിൽ കിട്ടും അങ്ങനെ ഫസ്റ്റ് നമ്മൾ എന്താക്കാന്ന് വെച്ചെങ്കിൽ സൺഡേ ഇവിടെ ഒരു ഹോട്ടൽ ഓപ്പൺ ഇല്ല ഫസ്റ്റ് നമുക്ക് നാസ്റ്റ് കഴിക്കണം എന്താ വെച്ചെങ്കിൽ നല്ല വിശപ്പുണ്ടായിന് താഴെ ഹോട്ടലില്ല ഒന്നുമില്ല അങ്ങനെ നമ്മ ഉണ്ടല്ലോ അതായത് 10 മണിക്ക് ഇറങ്ങിയ നമ്മൾ ഒരു 10:30 മണിയാകുന്ന വരെ നമ്മൾ ഹോട്ടൽ തപ്പി നടന്നേന് കേട്ടോ എന്ന് വെച്ചാൽ ഉപ്പാക്ക് രാവിലെ ഫുഡ് എന്ന് വെച്ചാൽ ഷുഗറെല്ലാം ഉള്ളതല്ല അപ്പോൾ ഉപ്പാക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കണം ഇല്ലെങ്കിൽ പറ്റില്ല പിന്നെ അയ്യാനക്കും പയിച്ച് പിന്നെ ഇക്കാക്ക് എക്സ്ട്രീം ലെവലിൽ പയിച്ച് എനിക്കെല്ലാം പറയണ്ട എന്തെങ്കിലും കിട്ടിയാലായി എന്നാണ് അങ്ങനെ തപ്പിയിട്ട് ഇറങ്ങിയത് പാലക്കാട് ഉണ്ടല്ലോ ടൗണിൽ തന്നെ കേട്ടോ ഇവരെ വീട് നമ്മൾ പാലക്കാട് തിരഞ്ഞിന് അതായത് ഹോട്ടൽ കിട്ടുന്നില്ല ലാസ്റ്റ് അയന് വായിൽ ഒരു പാട്ട് വരുന്നുണ്ടെങ്കിൽ അതിനിടയിൽ ഉപ്പാരും ഒരു കോമഡി അത് അയന് ഓരോന്ന് വെക്കാൻ പറയും അപ്പോൾ ഉപ്പ ഒരു ഡയലോഗും പറയും നല്ല രസമുണ്ടായിന് കേട്ടോ ഒന്നാമത് പൈക്കുന്നുണ്ടായിരുന്നു ഒന്നാമത് തപ്പിക്കൊണ്ട് ഇറങ്ങിയിട്ടുണ്ടായത് ഒരു വീട് ഓപ്പണില്ല ലാസ്റ്റ് എന്തെങ്കിലും ആയി കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മളത്തേക്കുണ്ടല്ലോ ഒരു ഹോട്ടൽ കണിക്കത് കണ്ട് അപ്പോഴത്തേക്ക് ആടെ പാർസൽ കൊടുക്കുന്നത് കേട്ടോ ആ സംഭവം ഇവിടുന്ന് ആക്കിയിട്ട് പാർസൽ കൊണ്ടുപോകണം അവർ ആടുന്ന് ജസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ക്ലീനാക്കി തന്നിട്ടാ എന്നിട്ട് ഇടിയപ്പം ഉണ്ടായിന് ഇടിയപ്പം കാണുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇടിയപ്പം പിന്നെ എല്ലാം ഒരേ കാണിക്കാനല്ല ടേസ്റ്റെല്ലാം ഡിഫറൻസ് ഒന്നും ഇല്ലല്ലോ അപ്പം ഞാൻ ഇടിയപ്പത്തിൻ്റെ ആൾ കേട്ടോ എനിക്ക് നാസ്റ്റത്തിൽ ഏറ്റവും ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇടിയപ്പം എനിക്ക് ഭയങ്കര ഫേവറേറ്റ് കേട്ടോ ഇടിയപ്പം കഴിക്കുകയാണെങ്കിൽ നമ്മൾ ഇടിയപ്പം പിന്നെ കുറേ കറി പറഞ്ഞു കേട്ടോ അപ്പോൾ ഇക്കാൻ്റെ ഉമ്മാൻ്റെ മുട്ടക്കറി വാങ്ങി അവർ ദോശ അങ്ങനത്തെ എന്തെല്ലാം വാങ്ങിയിട്ടുള്ളത് കേട്ടോ നമ്മൾ ഉമ്മാനവർ മുട്ടക്കറിയും ഇക്ക മുട്ട റോസ്റ്റും നമ്മൾ ചിക്കൻ എന്തോ ഫ്രൈ അല്ല എന്തോ ഒരു കറി എന്ന് പറഞ്ഞ് അത് വാങ്ങിയിട്ടാ സംഭവം എന്തായത് പറഞ്ഞാൽ കറിയെല്ലാം സെയിം തന്നെ മുട്ടക്കറി മുട്ട റോസ്റ്റ് ചിക്കൻ കറി അതായത് അതിൽ മുട്ട മാത്രം എക്സ്ട്രാ ഇടുന്നത് അതായത് കറിക്ക് ഒരു മുട്ടയും പിന്നെ എന്താ പറയല് മുട്ട മസാല അങ്ങനെ എന്തോ സംഭവത്തിന് 2 മുട്ടയും നമ്മളെ കോഴിക്ക് കുറച്ച് കോഴി അതിലിട്ടെന്ന് മാത്രം കറിയെല്ലാം ഒരേ കാണിക്കാൻ എങ്ങനെയല്ലോ പൈക്കിന് എല്ലാം ഇട്ടിച്ച് ഞമ്മാക്കിയിട്ട് വന്ന് പിന്നെ അയ്യാനൊരു യുദ്ധം ഉണ്ടായിട്ടാ റോഡ് ക്രോസ് ആക്കും എൻ്റെ ബാപ്പ എന്നെ വിട്ടിട്ട് പോയേന്ന് പറഞ്ഞിട്ട് അതായത് കാർ എടുക്കാൻ പോയത് സംഭവം ബാക്കിലുണ്ടായിരുന്നു നമ്മൾ വിചാരിച്ചൊക്കെ കാറിലുള്ളത് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അയ്യൊന്നും വിചാരിച്ചിട്ടില്ല സെയിം ഇടാം എൻ്റെ പാപ്പ എന്നെ വിട്ടിട്ട് പോയേ എന്നെ വിട് ഞാൻ ഓടിക്കോളും പക്ഷേ റോട്ടിൽ ഫുള്ള് വണ്ടി ചെയ്യുന്നതന്നെ ഞാൻ ഓടും എന്നെ വിട് എന്നല്ല പറഞ്ഞിട്ട് ഒരു യുദ്ധം ഉണ്ടായത് കേട്ടാ പിന്നെ ഉപ്പ എൻ്റെയൊക്കെ ആ കളി എന്ന് പറഞ്ഞിട്ട് ഉപ്പ ഇതാക്കി ഹേടെ ഓൻ്റെ കൊണ്ട് നടക്കുന്നില്ല ഓൻ്റെ അടുത്ത് ഒരു കളി നടക്കുന്നില്ല പിന്നെ ഇക്ക വന്നിട്ട് ആ മോനെ തൊട്ടപ്പാടി ഒന്ന് ശരിയായി ഇപ്പോൾ ഭയങ്കര അറ്റാച്ച്മെൻറ്റ് കേട്ടോ ഇക്കാക്കും അയാനക്ക് ഇക്ക ജസ്റ്റ് കണ്ടില്ലെങ്കിൽ എൻ്റെ ബാപ്പ കൊടുത്തു എൻ്റെ ബാപ്പ ഇപ്പം എന്നെ കണിക്കായി എൻ്റെ ഇക്ക അങ്ങനെ പറയുന്നത് എനിക്ക് എൻ്റെ ബാപ്പ അവിടെ പോയി ജസ്റ്റ് മിസ്സായാൽ മതി കേട്ടോ
ഉപ്പക്ക് ഭയങ്കര എനിക്ക് ഡിപ്രഷനാവും. സോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ എനിക്ക് ഉപ്പ ഒരു കോമഡി എന്തപ്പം ലുട്ടാപ്പിനെ വെക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ ഒരു ഡയലോഗ്, ലുട്ടാപ്പി ചത്തുപോയി നിൻ്റെ ലുട്ടാപ്പി, നല്ല ഡയലോഗ് പറയുന്നുണ്ട്. ചിച്ചി ചിച്ചി സത്യം പറയല്ല, ഒന്നാമത് ഉണ്ടല്ല നമുക്ക് ലാസ്റ്റാക്കി. പക്ഷേ ഈ ചൂട് എല്ലാം എല്ലാം മിക്സ് ആയിട്ടുണ്ടാകുമ്പോൾ പാലക്കാടിലൊരു ചൂട് പത്രിങ്ങളെ അങ്ങനെ ഇതെല്ലാം മിക്സ് ആയിട്ടാകുമ്പോഴത്തേക്ക് ഉണ്ടല്ലോ നമുക്കൊന്നും ആക്കാൻ പറ്റിയിട്ടാ. അതിനിടയിൽ ഉപ്പാൻ്റെ ഒരു കോമഡിയും പറഞ്ഞോണ്ട് ആക്ച്വലി നല്ല രസമുണ്ടായിനി. ഒരു അരമണിക്കൂറുണ്ട് നമ്മൾ ഇത് ഫുഡ് തപ്പാൻ പോയെങ്കിൽ ഉപ്പാൻ്റെ ഒരു ഡയലോഗും അയ്യൻ്റെ ഒരു കളി നല്ല രസമുണ്ടായിട്ടാ. അങ്ങനെ എന്താ നമ്മൾ നേരെ ഉണ്ടല്ലോ അത് നമ്മൾ ഫുഡ് കഴിച്ചാൽ നേരെ ഓപ്പോസിറ്റ് ഇട്ടാ ഹാളുള്ളത്, അതായത് മംഗല ഉള്ള ഓഡിറ്റോറിയം ആടെയുള്ളത്. സോ സംഭവം എന്താ വെച്ചെങ്കിൽ അവർ വന്നിട്ടുണ്ടായിട്ട് അങ്ങനെ നമ്മൾ എന്താക്കി അവർ വീട്ടിലൊന്ന് കയറിയിട്ടേക്ക് ചെയ്യണ്ടേ. അതാണല്ലോ അതിൻ്റെ ഇതെന്ന് പറഞ്ഞിട്ട് ഞാനും ഇക്ക നമ്മളെല്ലാവരും വന്നവരെല്ലാവരും ഒന്നിച്ചിട്ട് നമ്മൾ ആടെ പോകുന്നുണ്ടായത് കേട്ടോ. സോ അന്ന് നമ്മൾ വൈകുന്നേരം അതിനിട്ട് നമുക്കൊന്നും ഇതിൽ വീട്ടിൻ്റെ അഡ്രസ്സ് പോലെ എന്ന് വെച്ചെങ്കിൽ നമ്മളിൽ വന്നിട്ടുണ്ടായത് ഫസ്റ്റ് ടൈം വരുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ടൈറ്റ്നസ് അങ്ങനെ ആയിട്ട് വന്നിട്ടുണ്ടായത് കേട്ടോ. സോ അതങ്ങടെ കാണുന്നത് കേട്ടോ വീട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ മുറ്റത്ത് ഇറങ്ങുമ്പോൾ ആ മുറ്റം മാത്രം കണ്ടത്, വേറെ ഒന്നും കണ്ടിച്ച. സോ ഇപ്പം നമ്മൾ റോട്ടമാക്കിയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. സോ ഇവിടെ വന്നിട്ടാകുമ്പോഴത്തേക്ക് പെണ്ണും അവരെല്ലാവരും ഫോട്ടോ എടുക്കാൻ അങ്ങനെ എന്തോ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, റെഡി ആവാൻ എന്തോ പോയിട്ടുള്ളത് സംഭവം. ഇങ്ങനെ എന്തോ നമുക്കറിയില്ല. അങ്ങനെ നമ്മൾ ഇവിടെ വന്നിട്ട് ഇവരെ കണ്ട് സംസാരിച്ചിട്ട് അപ്പോഴത്തേക്ക് ഇവിടെ എല്ലാവരും റെഡി ആണെന്നുള്ളത് കേട്ടോ. അവർ പോകാനെല്ലാം ചെയ്യുന്നുള്ളത്. പിന്നെ അവിടെ നിന്ന് കുറച്ച് നേരം സംസാരിച്ച് പിന്നെ ഇവിടുത്തെ ഒരു കിണർ ഞാൻ കാണിച്ചു തരാം. ഞാൻ നമ്മൾ പെരക്കത്ത് കാണിക്കുന്നത് ഇങ്ങനെ എത്തി നോക്കുമ്പോൾ വെള്ളം കാണും. ഇത് എത്തിയാലും വെള്ളം കാണുന്നില്ല കേട്ടോ. പക്ഷെ ചെറിയ പിള്ളമാരില്ലെങ്കിൽ ഭയങ്കര ഡേഞ്ചർ. അതിന് മുകളിൽ ഗ്രിൽസ് ഒന്നും ഇല്ല കേട്ടോ. എനിക്കല്ല അയ്യാൻ അങ്ങോട്ട് പോകുമ്പോൾ ഒരു നെഞ്ഞിന്ന് അടിക്കുന്നുണ്ടായിന് റബ്ബേ. പിന്നെ ആദ്യം നമ്മൾ നേരം ഉണ്ടല്ലോ അവരെല്ലാവരും കീഞ്ഞിട്ടാ, അതായത് അൻസാറിൻ്റെ ഉമ്മ അവരെല്ലാവരും റെഡിയായിട്ട് കീന്നുള്ളത്. സോ മുമ്പിലുള്ള കാറെല്ലാം അവർക്ക് പോകാനുള്ളത് കേട്ടോ. പിന്നെ നമ്മ വന്ന് പിന്നെ ആരും സംസാരിച്ച് നേരെ വിട്ടിട്ടാ. പിന്നെ അയ്യാനൊരു ഓട്ടം ഓടിന് ഓനിക്ക് ശരിക്കും പറയല്ല, സ്കൂളിൽ നിന്ന് ഫസ്റ്റ് സെക്കൻഡ് കിട്ടിയില്ലെങ്കിലും നമ്മളൊക്കെ തന്നെയല്ലോ ഓനിക്ക് ഒരു ഓട്ടത്തിൽ ഫസ്റ്റ് പ്രൈസാണ് കേട്ടോ. എന്താ വെച്ചെങ്കിൽ ഇക്കാക്കൊന്നും പിടിച്ചാൽ കിട്ടുന്നില്ല, കാണുന്നുണ്ടോ എൻ്റെ ഇക്ക പായുന്ന കാണുന്നുണ്ടോ എവിടെ ഇങ്ങനത്തെ പാച്ചലൊന്നുമല്ല കേട്ടോ. ട്യൂഷൻ എൻ്റെ ഇക്ക രണ്ടാമത്തെ എൻ്റെ റബ്ബേ എന്ത് പാച്ചലെന്നറിയോ പായുന്നത്. പക്ഷെ ഓനെ കിട്ടുന്നില്ല കേട്ടോ. അതായത് ഈ പിള്ളമാർ ഓനെന്നല്ല കേട്ടോ, എല്ലാ പിള്ളമാർ നമുക്ക് പിടിച്ചാൽ കിട്ടുന്നില്ല. എയില പോകുന്നൊന്നും മനസ്സിലായില്ല, ഷീന്ന് പോകട്ടോ. അങ്ങനെ നമ്മൾ നേരത്തെ ഫുഡ് കഴിച്ചതിൻ്റെ ഓപ്പോസിറ്റ് ഓഡിറ്റോറിയത്തിലിട്ടാ. അപ്പോഴത്തേക്ക് ഏകദേശം ആൾക്കാർ വന്നിരുന്നു വെച്ചെങ്കിലും വന്ന് ഇല്ലെന്ന് വെച്ചെങ്കിൽ ഇല്ല കേട്ടോ. സോ ആൾ വരാൻ തുടങ്ങുന്നതേ ഉള്ളൂ, ഉച്ചക്കല്ലേ ഫങ്ഷന്. സോ ഇന്നലെ അത് നമ്മൾ വരുന്ന മുമ്പ് നിക്കാഹുണ്ടായതായി, പിന്നെ മെഹന്തി, പിന്നെ ഇന്ന് റിസപ്ഷൻ ഉള്ളത്. ഇനി നാളെ അവർക്ക് എന്തോ ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ. സോ ഇവിടുത്തെ ഒരു കല്യാണം കുറച്ച് ഡിഫറൻസ് ഇട്ടാ, പക്ഷെ വൈബ് ആൾക്കാർ ഇട്ടാ. പിന്നെ ഇത് അയനുണ്ടല്ലോ, അയൻ്റെ ഡ്രസ്സ് നമ്മൾ ഇന്ന് ചേഞ്ച് ആക്കുന്നില്ല കേട്ടോ. അയൻ്റെ മാത്രം ഫോട്ടോ കിട്ടിയിട്ടാ. എന്താ വെച്ചാൽ അയനായിട്ടുണ്ടായിട്ടാ. പിന്നെ ഉള്ള സൂത്രം എന്താ വെച്ചെങ്കിൽ ഫോൺ കൊടുക്കാതെ നമ്മൾ ഓനിക്കിപ്പോൾ ഫോൺ കൊടുക്കാൻ തുടങ്ങി. അത് ഇക്ക വന്നേ പിന്നെ ഫുള്ളായിട്ട് ഫോണിലായി പോയി ഓന്. അതുകൊണ്ട് അയാൾക്ക് കിട്ടുന്നില്ല, എൻ്റെ ഭയം നിറച്ച് കിട്ടുന്നില്ല. അത് ഇക്കും മാത്രം കേട്ടോ. എന്താ വെച്ചെങ്കിൽ ഓൻ എന്ത് പറയുന്നത് അതിന് ആഹാ ഊഹു തലാട്ടിക്കോണുണ്ടാവും കേട്ടോ. നമ്മൾ അയൻ്റെ ഔട്ട്ഫിറ്റ് ചെയ്തിട്ട് നല്ല രസമുണ്ട് അതിന്. പക്ഷെ എന്താ വെച്ചെങ്കിൽ ഓന് ഫോട്ടോ കിട്ടിയിട്ട് ഒറ്റ പോക്കെന്ന് പറഞ്ഞാൽ പോകും. എന്നിട്ട് നേരെ ഉപ്പ അവരെല്ലാം മുകളിൽ ഇരുന്ന പാട് ഫോണ് കൊടുത്തിട്ടേക്കാം. പിന്നെ നമുക്ക് വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിന്, നല്ല രസമുണ്ടായിന് കേട്ടോ. ആക്ച്വലി ഇത് കിട്ടിയിട്ടാകുമ്പോൾ ഒന്നാമത് എന്ത് ചൂടെന്നറിയോ. ഇവിടെ നിന്ന് നമ്മൾ തൃശ്ശൂർ പോകുന്നുണ്ട്, അതിൻ്റെ വ്ളോഗ് ഞാൻ നെക്സ്റ്റ് ഇട്ടു കേട്ടോ. പക്ഷെ എന്ത് പറയില്ല, ആടെ അവർ ഇത്ര ചൂടില്ല. നമ്മളെ നാട്ടിൽ പിന്നെ ഇത്ര ചൂടൊന്നും ഇതിൻ്റെ പകുതി പോലും നമ്മളെ കാഞ്ഞങ്ങാടൊന്നും ഇല്ല കേട്ടോ. പക്ഷേ ഈടുള്ള ചൂട് പതറിങ്ങളെ പറയാതിരിക്കാൻ കഴിയില്ല. പിന്നെ എന്താ ഫുഡിൻ്റെ കൗണ്ടർ ഫുള്ള് ഫ്രീ ആയിട്ടുണ്ട്. കുറച്ച് കഞ്ഞെങ്കിലുണ്ടല്ലോ കോല് കുത്താൻ സ്ഥലം ഉണ്ടായില്ല, അത്ര ആൾക്കാരുണ്ടായിന്. അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ കപ്പിൾസ് നല്ല ഭംഗി വീഡിയോ എടുക്കുമ്പോൾ ആരോ ഒന്ന് ഇടയ്ക്ക് വന്നിട്ട് കയറി കഴിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലാന്ന്. പിന്നെ നമ്മൾ നേരെ വന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് കസാല നല്ല ഭംഗിയിൽ പിടിച്ചിട്ട് ഇങ്ങനെ ഇരുത്തി നമ്മളെ കണ്ട ഇക്ക ഫോൺ കൊടുത്ത് പൊട്ടായി പോയിട്ട് രണ്ടാൾക്ക് കൊടുക്കണം എന്ന് പറയും. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ മെല്ലൊക്കെ തോന്നും താത്താന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇക്കല്ല എൻ്റെ ഭയന്ന് കിട്ടുന്നത്. ഞാൻ കുടിക്കില്ല കേട്ടോ, ഞാൻ ഫോണേ കുടിക്കില്ല. ഇനി ഫുഡ് കഴിക്കാനായെങ്കിലും വേണ്ട ഫോണൊക്കെ ഉണ്ട് ടി വി ഒക്കെ ഉണ്ട് അടുത്തിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതാക്കും. പക്ഷെ ഞാൻ കൊടുക്കില്ല. ഇക്കൊക്കെ എന്താണെന്ന് അറിയാം, ഓന് എന്തെങ്കിലും ഇക്ക വരുന്നത് ഇപ്പെങ്കിലല്ലേ അപ്പോൾ കാണുമ്പോൾ എനിക്ക് പക്ഷെ ഓന് അങ്ങനെ എന്നെ ബ്ലാക്ക് മെയിൽ എമോഷണൽ ബ്ലാക്ക് മെയിൽ ചെയ്യും കേട്ടോ. ഓനെ കാണുമ്പോൾ ബാപ്പ
കുറച്ച് നോക്കട്ടോ ബാബ, പ്ലീസ് ബാബ എന്ന് പറയുമ്പോൾ അപ്പോഴത്തേക്ക് ഇക്ക പോകും കേട്ടോ. ഇതാ പെണ്ണ് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ മൈൻ ഇത് ബ്രൈഡിൻ്റെ സിസ്റ്റർ. ഞാനുണ്ടല്ലോ മൈനായിട്ട് ഒരു കാര്യം പറയട്ടെ, ഇവിടുത്തെ പ്ലസ് ആയിട്ടുള്ളത് അതാണ് ആ റെഡ് കളർ ഡ്രസ്സ്. അവിടെ റെഡ് ഉണ്ടല്ലോ, ഞാൻ കാണിച്ചു തരാം. ഇങ്ങോട്ട് ഇപ്പോൾ ഇന്ന് കണ്ടല്ലോ ബ്രൈഡ്, പക്ഷേ നമ്മുടെ നാട്ടിൽ ഏത് ബ്രൈഡ് ഇങ്ങനെ കീഞ്ഞിട്ട് നടക്കുന്നതല്ലേ സംഭവം. ഓരോരാളോട് വന്നിട്ട് ആ പെണ്ണ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. നമ്മളാൾ തന്നെ ഇങ്ങനെ സ്റ്റാൻഡേർഡായിട്ട് അവിടെ നിൽക്കും നേരെ സ്റ്റേജിൽ പോകും അങ്ങനെ കേട്ടോ. പക്ഷേ ഈ പുതിയത് നിങ്ങൾ കണ്ട എല്ലാവരുടെ അടുത്ത് പോയിട്ടുണ്ടല്ലോ കോമൺ ആയിട്ട് ഓക്കെന്നെ മറന്നിനോന്നും അറിയില്ല ഞാൻ ബ്രൈഡ് എന്ന് പറഞ്ഞിട്ട്, അല്ല ഓൾ അങ്ങനെയൊന്നും അറിയില്ല. പക്ഷെ നല്ല രസം, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് എല്ലാവരുടെ അടുത്ത് പോയി കണ്ട. നമ്മളെ നാട്ടിലെല്ലാം എങ്ങനെയായിരിക്കും പെണ്ണിനടുത്ത് പോയിട്ട് നമ്മൾ ക്ലോസ് കസിൻസ് ആയെങ്കിലും ക്ലോസ് ഫ്രണ്ട്സ് ആയെങ്കിലും ഉണ്ടല്ലോ അതിനൊരു ഉണ്ടാവും. പക്ഷേ ഇവിടെ കണ്ട എന്തോ എനിക്കുണ്ടല്ലോ ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നിയിട്ടാ. പിന്നെ എന്താ നമ്മൾ അതങ്ങടെ വൈകിട്ട് ഡ്രസ്സിട്ടാണ് കാണുന്നതാണ്. ഞാൻ സൂം ആക്കുന്നുണ്ട് പക്ഷെ കാണുന്നില്ല. അതാണ് കേട്ടോ അൻസാരി. ഞാൻ ഇന്നലത്തെ വ്ളോഗിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ എല്ലാവരും നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. തിരക്കെന്ന് പറഞ്ഞാൽ അമ്മാതിരി തിരക്കുണ്ടായിരുന്നു. വൈറ്റ് കളർ ഇട്ട ടീമെല്ലാം ആ പെണ്ണിൻ്റെ ഇതിലിട്ടാ. പിന്നെ എന്താ പറയുക, ഞാനുണ്ടല്ലോ ചെക്കൻ വരുമ്പോഴത്തേക്കുള്ള വീഡിയോ കുറച്ച് ഇടാം കേട്ടോ. ബ്രൈഡ് കണ്ട ഇടിച്ചെത്തിയിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. മാഷാള്ള ഒരു ഔട്ട്ഫിറ്റിൽ നല്ല രസമുണ്ടായിരുന്നു. ഇന്നത്തെ ഔട്ട്ഫിറ്റിൽ എനിക്ക് ഭയങ്കരമായിട്ട് ക്യൂട്ടായിട്ട് തോന്നി. സോ ബ്രൈഡല്ല ഗ്രൂം വരാനായിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് അവരത് വീഡിയോസ് ഇടാം. പക്ഷെ മറ്റേ ചില ഇത് കൊടുക്കാൻ പറ്റില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൗണ്ട് കൊടുക്കാൻ പറ്റത്തില്ല. ബാക്ക്ഗ്രൗണ്ടിൽ പാട്ടുണ്ട് കേട്ടോ. സോ അതുകൊണ്ട് അപ്പോഴത്തേക്ക് അയന് ഞാനൊന്നും മുണ്ടിയിട്ട എന്ന് വെച്ചെങ്കിൽ ഇക്കാൻ ഇടുങ്ങിയറാക്കുമെന്ന് പറഞ്ഞാൽ ഫോണിൻ്റെ കാര്യത്തിൽ ഒന്നും മുണ്ടിയിട്ട അവിടെ സൈഡിൽ കിടന്ന് വെച്ചെങ്കിൽ ഈടെ വന്നിട്ട് നാണക്കെട്ട് നിൽക്കുന്ന എല്ലാ സ്ഥലത്തും പോയിട്ട് നാണക്കെട്ടി മടുത്ത്. സോ ഇനും കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താ ബ്രൈഡ് ആടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കേട്ടോ ഗ്രൂം വരും. പക്ഷേ ഇവർ ലവ് മാരേജ് അറേഞ്ച് മാരേജ് സത്യമായിട്ട് അറിയില്ല കേട്ടോ. കാണുമ്പോൾ ലവ് മാരേജ് കണക്കുണ്ട്, പക്ഷേ അറേഞ്ച് വിത്ത് ലവ് അല്ല ലവ് മാരേജ് ആണോ ഒന്നും അറിയില്ല. പക്ഷെ ഭയങ്കര ക്യൂട്ട് കപ്പിൾസ് കേട്ടോ. സോ ഇതാ ഇനി ഇതാ ചെക്ക വരാനായിട്ടുണ്ട്. ഞാൻ കുറച്ച് വോയിസ് കൊടുക്കാം കേട്ടോ. നല്ല രസമുണ്ട്. പിന്നെയുള്ള കളിയെല്ലാം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എന്താ വെച്ചെങ്കിൽ പാട്ട് അവർ ഇത് കൊടുത്തിട്ടാ സ്പീക്കറിൽ കൊടുത്ത്. സോ അതുകൊണ്ട് നമുക്ക് കോപ്പി റൈറ്റ് വരില്ല. അതുകൊണ്ട് എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. നല്ല രസമുണ്ടായിരുന്നു ഗ്രൂമിന് വേണ്ടിയിട്ടുള്ള നല്ല ഉണ്ടായിരുന്നു. പിന്നെ അവരെ കസിൻസ് ഫ്രണ്ട്സ് എല്ലാം തോന്നുന്നു മറ്റേ കളർ ഡ്രസ്സ് ഉണ്ടല്ലോ. സോ അതാ അവരുടെ സൈഡിലുള്ളത്. വൈറ്റ് ഡ്രസ്സ് പെണ്ണിൻ്റെ സൈഡിലുള്ളത് കേട്ടോ. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ഭയങ്കര ഹാപ്പി എന്നല്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാ. എനിക്ക് ശരിക്കും ഇത് കണ്ട ഇത് ചെക്കനെ ചെറിയ ഉണ്ടാകുമ്പോൾ ഫോട്ടോ തോന്നുന്നു നല്ല രസമുണ്ടായിരുന്നു. ഇതല്ല പെണ്ണിൻ്റെ സൈഡ് കേട്ടോ വൈറ്റ് തീം. പക്ഷേ എനിക്ക് ശരിക്കും അല്ലെ കല്യാണം തോന്നുമ്പോണ്ടല്ല എനിക്ക് ഞാനിക്കോടും പറയുന്നത് നമുക്ക് 2 മംഗല കഴിച്ചാൽ എനിക്ക് ഇതെല്ലാം കാണുമ്പോൾ ഭയങ്കരമായിട്ട് അസൂയം തോന്നും കേട്ടോ. എന്നാണ് ഗായ്സ് ബ്രൈഡിൻ്റെ എൻട്രി ചെക്കൻ വന്നേ പിന്നെ ഉള്ളത് കേട്ടോ. ഇങ്ങനെ എന്താ കൂളായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ സ്റ്റേജിൽ പോകുന്ന ആ ഒരു മൂമെൻ്റ് ഉണ്ടല്ലോ പെണ്ണും എല്ലാവർക്കും അറിയാൻ തുടങ്ങി. അത് കാണുമ്പോൾ ശരിക്കും ഉണ്ടല്ല നമുക്ക് തന്നെ ഓൾ കരയുന്നത് കാണുമ്പോൾ എന്തോ ആയി പോയിട്ടാ. ഭയങ്കര സങ്കടമായി തോന്നി. അൻസാരിയും കരയുന്നുണ്ട്, എല്ലാവരും കരയുന്നുണ്ട് അതിനേട്ടാ. മുമ്പിലുള്ളത് ഉമ്മ ഉപ്പം, ബാക്കിലുള്ളത് സിസ്റ്ററും. അവർ 3 മക്കൾ കേട്ടോ. അതായത് 2 പെണ്ണും 1 ആണും. സോ ബ്രൈഡ് ഇന്ന് തന്നെ തുടങ്ങിയിട്ടാ കരയാൻ. അവിടെ സ്റ്റേജ് എത്തുന്നവരെ കരച്ചിൽ തന്നെ ഉണ്ടായത്. സോ ഇപ്പോൾ തോന്നുന്നുണ്ട് ഇവർ ലവ് മാരേജ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ആകുന്നുണ്ട്. ആ നിലവിൽ മെസ്സേജ് കമൻറ്റ് ആക്കണം കേട്ടോ. പിന്നെ ബ്രൈഡ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പേഴ്സണലായിട്ടില്ലെങ്കിലും ഈ കമൻറ്റിലായെങ്കിലും ലവ് മാരേജ് ആണോ അല്ലേന്നൊന്ന് പറയണം കേട്ടോ. പക്ഷേ ക്യൂട്ട് കപ്പിൾസ് ഗൈസ്. സോ ബാക്കിലുള്ളത് സിസ്റ്ററും ബ്രദറും, അതിന് മുമ്പിലുള്ളത് ഇത് കേട്ടോ. ബാക്കി എല്ലാവരും കസിൻസും ഫാമിലി ഫ്രണ്ട്സ് ആയിരിക്കും. എനിക്കറിയില്ല ഗൈസ്, ഇവരാരും അറിയില്ല. അതിൽ 2 ആളെ എനിക്ക് എന്തോ അറിയാം. പിന്നെ എന്താ ചെക്കൻ്റെ കയ്യിൽ പെണ്ണിനെ ഏൽപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു കരച്ചിൽ കരഞ്ഞ് റബ്ബേ. പിന്നെ മൊത്തം എന്താ പറയുക നമ്മ ഒരുമാതിരി ആയിട്ടാ. എനിക്ക് ഭയങ്കര സങ്കടമായി തോന്നി. എന്ന് വെച്ചെങ്കിൽ നമുക്കിത് അത്ര അനുഭവം ഉണ്ട്. പക്ഷെ നമുക്ക് ഇങ്ങനെ അറിയില്ല, എല്ലാവരും മുമ്പ് അങ്ങനെ അറിയില്ലല്ലോ. പക്ഷെ ഞാൻ എൻ്റെ കല്യാണത്തിനൊന്നും കരഞ്ഞിട്ടാട്ടാ. എന്ന് വെച്ചെങ്കിൽ അറിയില്ല അതിന് നിൽക്കാൻ ആ ഒരു ഇതാകുമ്പോഴത്തേക്കുണ്ടല്ലോ
ചെറുങ്ങനെ കരഞ്ഞെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല സങ്കടം ഉണ്ടായിന്, കരച്ചിലിങ്ങനെ പൊട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്കെന്നറിയില്ല, ഞാൻ കരഞ്ഞെങ്കിൽ ഉമ്മ മൊത്തത്തിൽ കരയും. സോ ഞാൻ കരയാതെ ഇങ്ങനെ പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെ മംഗലത്തിന് 5-10 ആൾക്കാരുണ്ടായത് കൊണ്ട് വലിയ സീനും ഇല്ല. പിന്നെ ഞാൻ വണ്ടിയിൽ പോകുമ്പോൾ പകുതി എത്തുമ്പോഴത്തെ ഒരു കരച്ചിൽ കരഞ്ഞ് റബ്ബേ, പിന്നെ ഞാൻ നിലയിൽ തന്നെ ഉണ്ടായിട്ടാ. പിന്നെ എന്താ ബ്രൈഡ് ഇപ്പോൾ ഒട്ട ചിരിക്കുന്നത് ഞാൻ കാണുന്നത്, അതുവരെ ഉള്ള കരച്ചിൽ തന്നെയായിരുന്നു. അതിനൊരു ഉമ്മ വെക്കുമ്പോഴത്തേക്ക് എന്തോ പൊട്ടി വായിലായെന്ന് തോന്നുന്നു, ചെക്കന് തുപ്പി കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഗ്രൂമും കരഞ്ഞിട്ടോ, അന്നും സങ്കടമായി. അപ്പോൾ ഇവർ ലവ് മാരേജ് ആയിരിക്കുമല്ലേ, എനിക്ക് ഇന്നും സംശയമുണ്ട് കേട്ടോ. അവരോട് ചോദിക്കാമെന്ന് പറയുമ്പോൾ അവരിൽ ഞാൻ എങ്ങനെ പോയി നിങ്ങൾ ലവ് മാരേജ് ആയിരുന്നു ചോദിക്കല്, നാണക്കേടല്ലേ. പിന്നെ ഞാൻ നേരത്തെ കാണിച്ച ഫുഡ് കൗണ്ടർ കണ്ട നിങ്ങൾ ഫുള്ള് കേട്ടോ. എൻ്റെ അല്ലോ എന്ത് തിരക്കെന്നറിയോ. അതിനിടയിൽ പോയിട്ട് നമ്മൾ ജ്യൂസ് കുടിക്കാൻ നിന്ന് അൻസാരി അല്ല, അതിന് നെക്സ്റ്റ് അൻസാരി മംഗലം ഉണ്ടാവില്ല അല്ലേ. ഇപ്പോൾ എന്നൊരു സിസ്റ്റർ ഉണ്ട്, അതിന് കല്യാണം കഴിഞ്ഞിട്ടായിരിക്കും അൻസാരിക്ക് കല്യാണം കഴിക്കല്, അറിയില്ല കേട്ടോ. ഇൻഷാ അല്ലാ അൻസാരി മംഗലം ഉണ്ടെങ്കിൽ എന്തെങ്കിലും വരണം. പിന്നെ ഇതാ ഇവിടുത്തെ മംഗലം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാ. പിന്നെ എന്താ അറിയൽ, ഫുഡ് കഴിക്കാൻ എല്ലാവരും ഇരുന്നിട്ടുണ്ട് കേട്ടോ. ഇന്നലത്തെ കണിക്ക് തന്നെ ബാലയിലയിൽ കേട്ടോ ഫുഡിൽ നമ്മളെ കണിക്ക് നാട്ടിലത്തെ കണിക്കൊന്നുമല്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടോ ഇലയിൽ ഫുഡ് കഴിക്കുന്നത്. പക്ഷേ ഒരു എന്താ വെച്ചെങ്കിൽ ഞാൻ ഈ ബിരിയാണി കഴിക്കലില്ല. ബിരിയാണി മെത്തച്ചാൻ തന്നെ കഴിക്കലില്ല. ഇവർ ബിരിയാണി ഡിഫറെൻ്റ് കേട്ടോ. സോ എനിക്ക് ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു സൈഡിൽ ഇരുന്നിട്ടാ. പിന്നെ ഉപ്പ വിളിച്ച് പറഞ്ഞ് അങ്ങനെ ഐസ്ക്രീം കൊടുക്കുന്നുണ്ട്, പോയിട്ട് കഴിച്ചിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, ക്യൂവിൽ നിന്നിട്ടുണ്ടല്ലോ. ഏറ്റവും ലാസ്റ്റ് പോയാൽ ഞാൻ ഫസ്റ്റ് വാങ്ങിയിട്ട് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരാൾക്ക് എടുത്തിട്ട് കൊടുത്തിട്ടാ ഞാൻ പോയപാട് കിട്ടുന്നുട്ടാ. ഇതാടെ വൈറ്റ് കളർ ഓഫ് വൈറ്റുള്ള ഒരു സാരി കൊടുത്ത് അവരിട്ടാ പെണ്ണിൻ്റെ ഉമ്മ, പിന്നെ ആ ബാക്കിൽ നിൽക്കുന്നതാണ് ഉപ്പ. സോ നമ്മൾ അവർക്കെല്ലാം ടാറ്റ പറയുന്നില്ല, എന്താ വെച്ചാൽ നമ്മൾ പോവാറായല്ല. അങ്ങനെ നമ്മൾ പറഞ്ഞ് നമ്മൾ പോലായി ഗോയ്സ് എന്ന് വെച്ചാൽ. പക്ഷെ അൻസാറിനെ കുറേ നമ്മൾ വെയിറ്റ് ആക്കി നിന്നിന് കേട്ടോ. പക്ഷെ ഭാഗ്യം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, എന്ന് വെച്ചെങ്കിൽ അവരത്ര തിരക്കുണ്ടാവും, ബ്രദറല്ല. സോ നമ്മൾ മനസ്സിലാക്കിയിട്ട് പിന്നെ കോളേജിലൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ നമുക്ക് കാണാൻ പറ്റില്ല. എന്ന് വെച്ചാൽ മുകളിലെല്ലാം തിരക്കെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മൾ ഫസ്റ്റ് പോകുമ്പോൾ കസലെല്ലാം കാലിനത്, പിന്നെ ഒരു തിരക്കായി പഠിച്ചോനെ, അത്രയും തിരക്കായിട്ടാ. പിന്നെ ഒന്നാമത് സഹിക്കാൻ പറ്റാത്തത് ചൂട് കേട്ടോ. സഹിക്കാൻ പറ്റുന്ന പാലക്കാടിൽ ഇങ്ങനെ ചൂടുണ്ടെങ്കിൽ എൻ്റെ പൊന്നെ, നമ്മളെ സ്വർഗത്തിലുള്ളത് അതിൻ്റെ പകുതി നമുക്ക് ചൂടില്ല കേട്ടോ ഈ നാട്ടിൽ. സോ അങ്ങനെ നമ്മൾ പാലക്കാട് നിന്ന് ചൂടിന്ന് രക്ഷപ്പെട്ടിട്ട് വരുന്നുള്ളത്. പിന്നെ എന്താ വെച്ചെങ്കിൽ കല്യാണം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ കഴിക്കാത്ത കൊണ്ട് ഇക്ക കുറുക്കിനെ ലേസ് പിറ്റത് അയനത മുതലാക്കിയിട്ട് വന്നിട്ടുണ്ട്. സോ ഇനി നമുക്കുണ്ടല്ലോ തൃശ്ശൂർ പോകണം, അത് ഞാൻ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം കേട്ടോ. ഒറ്റയടിക്ക് എന്നെ കൊണ്ട് വോയിസ് കൊടുക്കാൻ പറ്റുന്നില്ല ഗായ്സ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബൈ.